Whatever the mind can conceive and believe, it can achieve. വളരെ ചെറിയൊരു ഗ്രാമം. അവിടെ നിരവധി ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്ന ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അടങ്ങുന്ന ചെറിയൊരു കുടുംബമുണ്ടായിരുന്നു. മാസങ്ങളോളം മഴയില്ലാതെ ഗ്രാമം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലായിരുന്നു. കൃഷി പ്രധാന ഉപജീവനമായ ആ ഗ്രാമത്തിലെ പാടങ്ങളെല്ലാം വറ്റി വരണ്ടു. കടുത്ത ക്ഷാമം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടി. ഗ്രാമം മുഴുവൻ കടുത്ത നിരാശയിലേക്ക് താണു. ഒരൊറ്റ മഴയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഗ്രാമം കാത്തിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷകളെ നശിപ്പിച്ചുകൊണ്ട് കടുത്ത വേനൽ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം ഗ്രാമത്തലവൻ ഗ്രാമത്തിലെ എല്ലാവരും കൂടി ഒരേ സമയത്ത് പലയിടങ്ങളിൽ നിന്നും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർദ്ദേശമിട്ടു. ഇതിൽ നമ്മുടെ കർഷക കുടുംബവും ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ ഓലമേഞ്ഞ വീട്ടിൽ നിന്നും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദാരിദ്ര്യം രൂക്ഷമായതിന്റെ വിഷമത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം മനസ്സുരുകി പ്രാർത്ഥിച്ചു. ദൈവമേ, നിങ്ങൾ കുട്ടികളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ഈ കൊച്ചുമകൾ അടങ്ങുന്ന കുടുംബം മുന്നോട്ടു പോകണമെങ്കിൽ മഴ പെയ്തേ മതിയാകൂ. അവളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കല്ലേ. കൃഷിയല്ലാതെ മറ്റുപജീവന മാർഗമൊന്നും അയാൾക്കില്ലായിരുന്നു. ഗ്രാമത്തിന്റെ പലയിടങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയർന്നു, കൂടെ ഈ കൊച്ചുകുട്ടിയുടെയും. ദൈവമേ, എന്റെ അച്ഛൻ വളരെ ക്ഷീണിതനാണ്. അദ്ദേഹത്തിന്റെ ദുഃഖം കണ്ടിരിക്കാൻ കഴിയുന്നില്ല. അച്ഛന്റെ മുഖം തെളിഞ്ഞു കാണണമെങ്കിൽ മഴ പെയ്യണം. എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ അതിയായി വിശ്വസിക്കുന്നു. അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം ഗ്രാമം ശാന്തമായി. കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ പാടത്തിലേക്ക് പുറപ്പെട്ടു. അയാളുടെ പിന്നാലെ ഓടിക്കൊണ്ട് മകൾ തടഞ്ഞു നിർത്തി. അച്ഛൻ എവിടേക്കാണ് പോകുന്നത്? സംശയഭാവത്തിൽ ചോദിച്ചു. പാടത്തിലേക്കാണ് മകളെ. ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, അയാൾ മറുപടി നൽകി. അവൾ അയാളുടെ അടുക്കൽ ചേർന്ന് നിന്ന് കൊഞ്ചിക്കൊണ്ടു പറഞ്ഞു, അച്ഛൻ പോവല്ലേ, അല്പനേരം കാത്തിരിക്കൂ, ഞാനും കൂടെ വരുന്നുണ്ട്. അയാൾക്കത് നിഷേധിക്കാനായില്ല. ശേഷം അവൾ ഓടി വീടിനകത്തേക്ക് ചെന്നു. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുടയുമുണ്ടായിരുന്നു. എന്തിനാണ് മകളെ ഈ കുടയെടുത്തത്? വെയിൽ കുറഞ്ഞല്ലോ, കൂടാതെ ഇത് വൈകുന്നേരവുമാണ്. അയാൾ ചോദിച്ചു. അച്ഛാ, ഈ ഗ്രാമം മുഴുവൻ ദൈവത്തോട് മഴ പെയ്യാൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുടയെടുത്തില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നനഞ്ഞു പോകും. അവളുടെ സംസാരം കേട്ട് അയാൾ സ്തബ്ധനായി. ശേഷം ആകാശത്തേക്ക് നോക്കി. കാർമേഘങ്ങളോ മഴയ്ക്കുള്ള മറ്റ് സാധ്യതകളോ ഉണ്ടായിരുന്നില്ല. സ്നേഹത്തോടെ അയാൾ മകളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. അയാളുടെ മനസ്സിൽ പ്രകാശം പരക്കുന്നതുപോലെ തോന്നി. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ഉറച്ചു വിശ്വസിക്കുന്നതിലാണ്. അയാൾ അയാളോട് തന്നെ മന്ത്രിച്ചു. ശേഷം ഓടിച്ചെന്ന് അയാൾ മകളെ വാരിപ്പുണർന്നു. നെറ്റിയിലായി ഒരു ഉമ്മ കൊടുത്തു. ശേഷം അവളെ തോളിലേറ്റി കുടയുമായി പാടത്തിലേക്ക് നടന്നു. അന്ന് രാത്രി അപ്രതീക്ഷിതമായി ഇടിയും മിന്നലുമുണ്ടായി. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കാർമേഘങ്ങൾ തകർത്തു പെയ്യാൻ തുടങ്ങി. പാടത്തിനൊപ്പം ഗ്രാമത്തിലെ ഓരോ ആളുകളുടെയും ക്ഷാമം പിടിച്ച മനസ്സ് തണുത്തുറഞ്ഞു. പ്രാർത്ഥനയേക്കാൾ ശക്തി വിശ്വാസത്തിലാണ്. ഇത്തരത്തിൽ ജീവിതത്തിൽ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വാസമർപ്പിച്ചാൽ മാത്രമേ വിജയത്തിലെത്തുകയുള്ളൂ. ഏത് കുഴപ്പം പിടിച്ച സാഹചര്യത്തിലും പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നതും സ്വന്തം സെൽഫിൽ വിശ്വാസം അർപ്പിക്കുന്നതും എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തി നൽകും. ചുറ്റുപാടുമുള്ളവരുടെ കുത്തുവാക്കുകളെയും പുച്ഛച്ചിരികളെയും മറികടക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിലയുണ്ടാകണം. നിങ്ങളൊരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നീ സൂപ്പറാടാ എന്ന് പറയാൻ കഴിയണമെങ്കിൽ 3 മാന്ത്രിക ശക്തികൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അവയിലേക്ക് നമുക്ക് കടക്കാം. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ്, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. അറിയപ്പെടുന്ന കോർപ്പറേറ്റീവ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. ട്രെയിനിംഗ് നടത്താൻ താൽപ്പര്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 7907536093 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 1, പവർ ഓഫ് മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് ഉറക്കെ ചിരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾ സൗഹൃദത്തിലാണോ? നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ആനന്ദിപ്പിക്കുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞത് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? സത്യത്തിൽ ജീവിതം തൃപ്തികരമാണോ? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഇല്ലെന്നാണെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡല്ല, ഇമോഷൻസ് ആണ്. നിങ്ങളെ കാണാതെ തന്നെ എനിക്കത് മനസ്സിലാകും. വളരെ ക്ഷീണിതനായ ഓരോ ദിവസവും എങ്ങനെയെല്ലാമോ തള്ളി നീക്കുന്ന ജീവിതത്തിന് ഉടമയാണ് നിങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ മൈൻഡ് തന്നെയാണ്.
നിങ്ങളുടെ മൈൻഡ് വറീഡ് ആകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും കടുത്ത ക്ഷീണവും ഭയവും സങ്കടവും തോന്നുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മൈൻഡാണ്. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ എന്ത് കാര്യത്തെപ്പറ്റിയും ഒരു വിരൽത്തുമ്പിൽ മൊബൈൽ ഫോൺ വെച്ച് നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ എല്ലാ സംശയങ്ങളുടെയും ഉത്തരമായി നല്ലൊരു സുഹൃത്തായി ടെക്നോളജിയുടെ ഭാഗമായ ChatGPT മാറിയിട്ടുണ്ട്. എന്നാൽ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോണിന്റെയും ടെക്നോളജിയുടെയും എല്ലാം പിന്നിലുള്ള കൈകൾ ആരുടേതാണ്? അതൊരു മനുഷ്യന്റെയാണ്. ഇത്രയും പവർഫുള്ളായ രീതിയിൽ ടെക്നോളജികളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അതേ വർഗത്തിൽപ്പെട്ട നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ ഓരോ ദിവസത്തെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ്. രാവിലെ തന്നെ അശുഭകരമായ വാർത്ത കേട്ടാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ ആ ദിവസം മൊത്തം മോശമായി നമുക്ക് തോന്നും. നേരെ മറിച്ച് ശുഭവാർത്തയാണ് കേട്ടതെങ്കിൽ അതിന്റെ എനർജി ആ ദിവസത്തിന്റെ അവസാനം വരെ ഉണ്ടാകും. നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് ഒരു കാര്യത്തെ ഏത് തരത്തിൽ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത വിജയം തന്നെ ഇരിക്കുന്നത്. ഒരു കാര്യത്തെ മുൻധാരണകളൊന്നുമില്ലാതെ നമ്മുടെ ലോജിക്കൽ കപ്പാസിറ്റി ഉപയോഗിച്ച് നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയോടൊപ്പം ജീവിതത്തിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടും. ഒരിക്കൽ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ വിക്രത്തിന് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ ശക്തമായ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ 2 കാലുകളും വളരെ വലിയ രീതിയിൽ ഫ്രാക്ചറായി. 3 വർഷം കിടക്കയിലും 1 വർഷം വീൽചെയറിലും അദ്ദേഹത്തിന്റെ ജീവിതം കടന്നുപോയി. അവസാനം ഡോക്ടർ അദ്ദേഹത്തിന് പഴയതുപോലെ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ത്യയിലെ തന്നെ മാറ്റി നിർത്താനാവാത്ത വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത വിക്രമിനെയാണ്. ബെസ്റ്റ് ആക്ടർക്കുള്ള നാഷണൽ ഫിലിം അവാർഡ് മുതൽ എണ്ണിത്തീരാത്ത അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കില്ലെന്ന് വിധി പറഞ്ഞ വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് അയാൾ. മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്ത് ആർജിച്ചെടുക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നു. 1000 മോട്ടിവേഷൻ വീഡിയോകൾ കണ്ടതുകൊണ്ട് കാര്യമില്ല. സ്വന്തം ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുള്ളായ മൈൻഡ് എന്ന ആയുധത്തെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. The power of thought is the only thing over which you have absolute control. Number 2. Take things positively. ഇപ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോവുകയാണെന്ന് കരുതുക. നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി ഒരു ധാരണയിലെത്തുകയോ ലിസ്റ്റ് തയ്യാറാക്കുകയോ ചെയ്യും, അല്ലേ? ശേഷം നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകും. വേണ്ടാത്ത സാധനങ്ങളെ നിങ്ങൾ ഇഗ്നോർ ചെയ്തുവിടും. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ മൈൻഡും. അഭിപ്രായങ്ങൾ പറയാൻ 100-ലധികം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. അവർ നിങ്ങളുടെ ജീവിതം മുഴുവനായി അറിയുന്നവരല്ല. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങളെയും സന്തോഷങ്ങളെയും അറിയാനാകൂ. നിങ്ങളിലെ 2-3 പേജ് വായിച്ചിട്ടുള്ള ഒരാളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ എങ്ങനെയാണ് തകർക്കാൻ കഴിയുന്നത്? പോസിറ്റീവായ കാര്യങ്ങളെ സ്വീകരിക്കുകയും നെഗറ്റീവായവയെ ഇഗ്നോർ ചെയ്തു വിടുകയും ചെയ്യുമ്പോൾ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിന്റെ സ്റ്റോറേജ് ഫുൾ ആവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും. അവരുടെ വായിൽ നിന്നും പോസിറ്റീവായ എന്തെങ്കിലും വരിക എന്നത് സാധ്യമേ അല്ല. ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെയും ബാധിക്കും. സ്വന്തം ജീവിതത്തിലെ നിറം കാണാൻ കഴിയാത്തവന് മറ്റുള്ളവരുടെ പോസിറ്റീവ് സൈഡും കാണാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ചുറ്റുപാടിൽ നിന്നും പലതരം നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മന്ത്രമാണ് ക്യാൻസൽ ദെയർ തോട്ട്സ്, ക്യാൻസൽ ദെയർ തോട്ട്സ് എന്നത്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ഒരു വെളുത്ത പേപ്പർ എടുക്കുക. അതിനെ A, B എന്ന് 2 ഭാഗങ്ങളാക്കുക. അതിൽ A ഭാഗത്ത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റികളെ കുറിക്കുക. ശേഷം B ഭാഗത്ത് അതിനെ പോസിറ്റീവായ പെർസ്പെക്റ്റീവിലൂടെ എഴുതുക. ഉദാഹരണത്തിന് എയിൽ നിങ്ങൾ എന്റെ ആരോഗ്യം മോശമാണ് എന്നാണ് എഴുതിയതെങ്കിൽ B ഭാഗത്ത് എന്റെ ആരോഗ്യം ഇപ്പോൾ നന്നല്ല, എന്നാൽ അത് പഴയ രീതിയിലാക്കാൻ ഞാൻ പ്രയത്നിക്കും എന്നെഴുതുക. കൈകൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടാണ് ഇത് എഴുതേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ആ പോസിറ്റീവ് അഫർമേഷനോട് അഡാപ്റ്റ് ആകാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ സംശയം തോന്നുന്ന സന്ദർഭങ്ങളിൽ ആ നെഗറ്റീവ് ചിന്തകളെ ഒരു തൂള്ള കടലാസിൽ എഴുതുക. ശേഷം ചുരുട്ടിക്കളയുക. ഓരോ നെഗറ്റീവ് തോട്ടിനെയും ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ ചുരുട്ടിയെറിയുകയാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലാതെ കടലാസുകളല്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ ദുർബലമാക്കുകയല്ല, ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാലവും ഒരുപോലെ ഉണ്ടാവില്ല. ഈ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും. നിരന്തരമുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഫുൾ സ്റ്റോപ്പ് അതിന്റെ വിജയത്തിൽ തന്നെയായിരിക്കും.
ജീവിതം പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി പോന്ന ഈ ജീവിതത്തിൽ മരിക്കുമ്പോൾ എന്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്? ഈ ദുഃഖങ്ങളെയോ? ഒന്നുമുണ്ടാകില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ സ്വർഗം കെട്ടിപ്പടുക്കേണ്ടത്. നമ്മുടെ മനസ്സാകുന്ന വീടിനെ മനോഹരമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഇഷ്ടികകൾ നമ്മളിൽ തന്നെയാണ് ഉള്ളത്. The more light you allow within you, the brighter the world you live in will be. Number 3. Believe in yourself. മുൻപ് പറഞ്ഞ കഥയിലുള്ളതുപോലെ വിജയത്തിന്റെ താക്കോൽ വിശ്വാസത്തിലാണ്. സ്വയമുള്ള വിശ്വാസത്തിൽ ജീവിതത്തിൽ നിരവധി ദുരന്തങ്ങൾ നമ്മൾ കുടിച്ചു പറ്റിച്ചു. ഇതിൽ കൂടുതൽ നമ്മൾ അർഹിക്കുന്നില്ല. സന്തോഷം മറ്റെല്ലാവരെയും പോലെ നമ്മളും അർഹിക്കുന്നു. ഞാൻ കഷണ്ടിയാണ്, നിറം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ ആകാര വടിവിനെയും രൂപത്തെയും വെച്ച് സങ്കടപ്പെടുന്ന നിരവധി പേരുണ്ട്. നമ്മുടെ ബാഹ്യരൂപമല്ല നമുക്ക് വിലയിടുന്നത്. നമ്മുടെ ആത്മാവിന് നിലനിൽക്കാനുള്ള കൂട് മാത്രമാണ് ശരീരം. അതിനകത്തെ ആത്മാവിലാണ് കാര്യം. മുഖം മിനുക്കി നടക്കുന്നത് നിങ്ങളെ വലിയവനാക്കില്ല. ക്ഷണനേരം കൊണ്ട് നശിക്കാവുന്നതും മാറാവുന്നതുമാണ് നമ്മുടെ രൂപം. മറ്റുള്ളവർ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്നതിൽ വിഷമിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾ നിങ്ങളെ തന്നെ എത്രത്തോളം ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയുടെ വ്യാപ്തി ഞാൻ മനസ്സിലാക്കി തരാം. ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് കാണുക എന്നതാണ്. നിങ്ങളെ ഏറ്റവും പേടിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളിൽ ഫോക്കസ് ആയിരിക്കുമെന്നും നിങ്ങളുടെ കുറവുകളിലേക്ക് അവരുടെ കണ്ണെത്തുമോ എന്നതുമാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായത്തെയോ പെർസ്പെക്റ്റീവിനെയോ അല്ല നിങ്ങൾ അപ്പോൾ വിലയിരുത്തുന്നത്. ഇനിയൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. 1000 ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്താലും അതിലും എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിച്ച് സ്റ്റാറ്റസേ ഇടണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. എത്ര ഭീകരമായാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. സ്വയം വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇൻസെക്യൂരിറ്റികളുടെ കൂട് നിങ്ങൾക്ക് പൊട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു കടുത്ത പനി വന്നെന്ന് കരുതുക. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോവുകയാണ്. മരുന്ന് കഴിച്ച പിറ്റേ ദിവസം നിങ്ങളുടെ അസുഖം ഭേദപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ലേ? ആ ഡോക്ടറിലും മരുന്നിലുമുള്ള വിശ്വാസമാണ് നിങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. നിങ്ങൾക്കല്ലാതെ നിങ്ങളിൽ മറ്റൊരുത്തനും പൂർണ്ണ വിശ്വാസം അർപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇൻസെക്യൂരിറ്റികളിൽ കുടുങ്ങി നിന്ന് ജീവിതം തള്ളി നീക്കണോ, ആഗ്രഹങ്ങളെ എത്തിപ്പിടിച്ച് സ്വർഗം തീർക്കണമോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാനാകില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുക, അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു തുടങ്ങുക. വി ആർ ഈച്ച് ഗിഫ്റ്റഡ് ഇൻ എ യുണീക്ക് ആൻഡ് ഇമ്പോർട്ടന്റ് വേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ ഗുണസവിശേഷതകൾ ഓർത്തെടുക്കൂ. ശരി, എത്ര പേർ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചു? മറ്റുള്ളവരിലെ ഗുണങ്ങളെ വിശാലമായി ഓർത്തെടുക്കാൻ കഴിയുന്ന നമുക്ക് എന്തുകൊണ്ട് നമ്മളിലെ നന്മകളെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല? മാറ്റങ്ങൾ വേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതം നരകമായി തീരണോ സ്വർഗമായി തീരണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നന്ദി.